ഔഷധ ഗുണങ്ങളുടെയും പോഷകാംശങ്ങളുടെയും കലവറയാണ് ഈ കിഴങ്ങ്. ഇതെന്താണെന്നറിയോ? ചെറുകിഴങ്ങാണ്. ഈ ചെറുകിഴങ്ങ് കൊണ്ട് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മളുടെ പുരാതന ആൾക്കാർ, നമ്മുടെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ പൂർവികൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഏർമാടം കെട്ടി ജീവിച്ചിരുന്ന കാലത്തൊക്കെ അവരുടെ വിശപ്പിനെ ഇല്ലാതാക്കിയതൊക്കെ ഒരു പരിധിവരെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അത് ചെറുകിഴങ്ങ് മാത്രമല്ല, നമ്മുടെ കപ്പ, അതുപോലെ തന്നെ ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ വിശപ്പ് അടക്കിയിരുന്നത്. ഗോത്ര സമൂഹങ്ങളുടെ ഭക്ഷ്യക്രമത്തിലൂടെ ചികിത്സാരീതികളിലൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. കാലക്രമത്തിൽ പല കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗം ഇത് വെച്ചിട്ട് നമുക്കൊരു ഉഗ്ര റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അവൈലബിൾ ആണ്, കൃഷി ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ ഇത് മേടിക്കുക, ഇത് കഴിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെ ഒരു ലസ്യാമെന്നും പറയാം. ഓക്കെ, ധാരാളം പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ ഇത് വാങ്ങി കഴിക്കുക. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ്, ഷെഫ് ഷിജോയ്, മൈ കുക്കിംഗ് വ്ലോഗ്സ്.